ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു PSC എയിമർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇന്ന് നടന്നിട്ടുള്ള 16-ാം തീയതി നടന്നിട്ടുള്ള അസിസ്റ്റന്റ് കമ്പൈലർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 059/2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ GK പോർഷൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു റിവിഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല. സ്പീഡിൽ നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഓരോ ഇവന്റും അതിന്റെ ഡേറ്റും ആദ്യം എഴുതി പോകാം. ഓക്കെ, കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കുണ്ടറ വിളംബരം. നടക്കുന്നത് 1809 ജനുവരി 11. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം എന്നാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ശ്രീരംഗപട്ടണം സന്ധി നടക്കുന്നത് 1793. ഓക്കെ, അപ്പം ഈ ഓർഡർ വെച്ചിട്ട് നോക്കുമ്പോൾ ഏതാണ് കാലഗണനാ ക്രമത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവങ്ങളെയും വ്യക്തികളെയും ആദ്യം ചോദിച്ചിട്ടുള്ളത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഈ പറഞ്ഞിട്ടുള്ളതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ്? തോമസ് പെയിൻ ആണല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് തോമസ് പെയിന്. ഓക്കെ, അപ്പൊ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് പെയിൻ തയ്യാറാക്കിയ ലഘുലേഖ ഏതാണ്? എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. കോമൺ സെൻസ് അല്ലേ? തോമസ് പെയിൻ എഴുതി തയ്യാറാക്കിയ ലഘുലേഖയാണ് കോമൺ സെൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അമേരിക്കൻ ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള ആ ഒരു മുദ്രാവാക്യം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് അല്ലെ? ഓട്ടിസിൻ്റെതാണ് ഈ മുദ്രാവാക്യം. ഓക്കെ, അപ്പൊ നമ്മൾ അതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ജനങ്ങളുടെ പ്രാതിനിധ്യം, നമ്മൾ ജനാധിപത്യത്തിൽ ജനങ്ങളെ പ്രാതിനിധ്യം അറിയിക്കുന്നത് എങ്ങനെയാണ്? വോട്ടിങ്ങിലൂടെ അല്ലേ? അപ്പൊ ഓട്ടിസ്, വോട്ട്, ആ രീതിയിൽ നമുക്കതൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ചോദിക്കാറുള്ള മറ്റൊരു വ്യക്തിയാണ് തോമസ് പെയിൻ അല്ലെ? തോമസ് പെയിൻ എന്താ പറയാ? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. നമ്മുടെ കോമൺ സെൻസ് എഴുതിയ തോമസ് പെയിൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടക്കി കഴിയണം എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെ? ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയിട്ടാണ്. ഓക്കെ, ഇനി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാല് ജെയിംസ് മാഡിസൺ ആണ് അല്ലെ? 1789 മാഡിസൺ ആണ് എഴുതി തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മുടെ ലോക ചരിത്രത്തിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാല് പിന്നീട് വരുന്ന സമരങ്ങൾക്കൊക്കെയും വിപ്ലവങ്ങൾക്കൊക്കെയും പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി നിന്നിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സംഭാവന നൽകിയതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഈ പറഞ്ഞതിൽ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ്? വോൾട്ടയർ ആണ് അല്ലെ? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് വോൾട്ടയർ ആണ്. ഓക്കെ, അപ്പം ഫ്രഞ്ച് ചിന്തകരെ കുറച്ച് പേര് നമുക്ക് പരിചയപ്പെടാം. വോൾട്ടർ ഉണ്ട്, മോണ്ടസ്ക്യൂ ഉണ്ട്, അതുപോലെ റൂസോ ഉണ്ട് അല്ലെ? അപ്പോ വോൾട്ടയർ ആരാണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തിനെ പരിഹസിച്ച ചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വോൾട്ടയർ ആണ്.
വോൾട്ടറിന്റെ യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി എറൗട്ട് എന്നായിരുന്നു. ഫ്രാങ്കോയിസ് മേരി എറൗട്ട്. അതത്ര ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടയർ. ഏതൊക്കെയാണ്? യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചതും മോണ്ടസ്ക്യൂ. മോണ്ടസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ചിന്തകനാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, അപ്പൊ ഈ മോണ്ടസ്ക്യൂവിന്റെ ഒരു കൃതി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാനുണ്ട്. സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ തിരിക്കാൻ പറഞ്ഞത് മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, ഇനിയുള്ള ഒരാളാണ് റൂസോ. റൂസോയുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ് ജനങ്ങളാണ് പരമാധികാരി. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറയുന്നത് റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് റൂസോ പറയുന്നുണ്ട്. ഓക്കെ, റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് റൂസോ ആണ്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ റൂസോയുടെ പ്രധാനപ്പെട്ട ഒരു കൃതി ചോദിക്കാറുണ്ട്. ദ സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടേതാണ്. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാനുണ്ട്? ബാസ്റ്റിൽ ജയിലിന്റെ പതനത്തിനെ കുറിച്ച് പറയാനുണ്ട് അല്ലെ. ബാസ്റ്റിൽ ജയിൽ ആക്രമണം പറയാനുണ്ട്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ പറയാനുണ്ട്. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ കഴിഞ്ഞിട്ടാണ് ബാസ്റ്റിൽ ജയിൽ ആക്രമണം വരുന്നത്. 1789 ജൂൺ 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഓക്കെ, ജൂലൈ 14-ന് ബാസ്റ്റിൽ ജയിൽ തകരും. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നുണ്ട്. കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് നെപ്പോളിയൻ അല്ലെ. അപ്പൊ നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറർ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മുടെ അതുപോലെ തന്നെ നെപ്പോളിയനെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരാളെയും ഫ്രഞ്ച് വിപ്ലവത്തിന് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആരായിരുന്നു അത്? ടിപ്പു സുൽത്താൻ അല്ലെ. ടിപ്പു സുൽത്താൻ പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. ശ്രീരംഗപട്ടണത്ത് ഒരു മരം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്. പിന്നെന്താണ്? ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിയനിൽ അംഗമായിട്ടുള്ള ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതും ടിപ്പു സുൽത്താനാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ചെറിയൊരു ഔട്ട്ലൈൻ പോലെ കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് സൈമൺ ബോളിവർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബോളിവർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരൊക്കെയാണ്? ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബോളിവർ. ഈ 3 പേരാണ് പ്രധാനമായിട്ടും വരുന്നത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ളത് ആരൊക്കെ? ജോസെ ഡി സാൻ മാർട്ടിൻ, സാൻ ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബോളിവർ. സാൻ മാർട്ടിൻ, മിറാഡ, സൈമൺ ബോളിവർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സൈമൺ ബോളിവർ ആണ്. ഓക്കെ, ഇനി ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു? സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും ആയിരുന്നു അല്ലെ. ലാറ്റിൻ അമേരിക്കയിലെ കോളനികൾ സ്ഥാപിച്ചിരുന്നത് സ്പാനിഷുകാരും പോർച്ചുഗീസുകാരുമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് റഷ്യൻ വിപ്ലവമാണ് അല്ലെ. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തി ആരാണ്? ട്രോട്സ്കി. ട്രോട്സ്കി ആണ് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. 1917-ലാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിൽ പ്രധാനമായിട്ടുള്ള 2 പാർട്ടികളാണല്ലേ, മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. ഭൂരിപക്ഷമായിട്ടുള്ള ആളുകളാണ്, ന്യൂനപക്ഷമാണ് മെൻഷെവിക്ക് എന്ന് പറയുന്നത്. ഭൂരിപക്ഷം ബോൾഷെവിക്കുകളാണ്. ഓക്കെ, ഇനി മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി ആണ്. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ലെനിനും ട്രോട്സ്കിയും കൂടിയിട്ടാണ്. അപ്പൊ ബോൾഷെവിക് ഉണ്ട്, മെൻഷെവിക് ഉണ്ട്. ഭൂരിപക്ഷം ആരാണ്? ബോൾഷെവിക്കുകളാണ്. മെൻഷെവിക് ന്യൂനപക്ഷമാണ്. മെൻഷെവിക്കിന്റെ നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി. ഓക്കെ, ഇനി ബോൾഷെവിക്കിന്റെ നേതാക്കളാണ് ലെനിനും ട്രോട്സ്കിയും. പിന്നെ റഷ്യൻ വിപ്ലവവുമായിട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാളാണ് അല്ലെ കാറൽ മാക്സ് എന്ന് പറയുന്നത്. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയ കാറൽ മാക്സ് റഷ്യക്കാരനാണ്. അപ്പൊ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഓർത്തു വെച്ചേക്കുക.
പിന്നെ എപ്പോഴും ചോദിക്കുന്ന രക്തരൂക്ഷിത ഞായറാഴ്ച, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇതിൽ ശ്രദ്ധേയമായ ഫാക്ട് എന്താണ്? ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത് മാർച്ചിലും ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് നവംബറിലുമാണ്. റഷ്യൻ കലണ്ടർ പ്രകാരം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലെനിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടും കൂടെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ലെനിനാണ് കേട്ടോ. യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ലെനിനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടത്തെ ആൻസർ ഏത് വരും? 1D. 1D. 2 എ വരുന്ന ആൻസർ. സോറി, 1D അല്ല, 1C. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1857 കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായവ. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. 1857 കലാപം ആരംഭിച്ചത് അവധിലാണ്. ആണോ? അവധിലാണോ കലാപം ആരംഭിച്ചത്? അല്ല, മീററ്റിലാണ് അല്ലേ കലാപം ആരംഭിച്ചത്? മീററ്റിലാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് അല്ലെ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ്. അപ്പൊ അത് തെറ്റായിട്ടുള്ള പോയിന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അപ്പോൾ 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പം 1857 കലാപത്തിന് മറ്റു 2 പേരുകൾ കൂടി ഉണ്ട് അല്ലെ. ശിപ്പായി ലഹള, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ വിശേഷണമുള്ളത് 1857 കലാപത്തിനാണ്. കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് 1857 മെയ് 10-നാണ്. മീററ്റിലെ പട്ടാളത്തിലെ ശിപ്പായികളാണ് കലാപം ആരംഭിക്കുന്നത്. ഈ സമരം ഉണ്ടാവാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സൈനികർക്ക് പുതുതായിട്ട് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളില് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്, തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. ഇതാണ് ശരിക്കും ആ സമയത്ത് പെട്ടെന്നുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത്. അതിനു മുമ്പേ ഉണ്ടായിരുന്ന വിദ്വേഷങ്ങളൊക്കെ ഇതിനെ ആളിക്കത്തിക്കാനായിട്ട് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കലാപകാരികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹിയിൽ പോയിട്ട് ഡൽഹി പിടിച്ചെടുത്തിട്ട് അവിടുത്തെ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തി, ഷാഹിൻ ഷാഹി ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഇനി 1857 കലാപകാരികളുടെ രഹസ്യ മുദ്രയാണ് ചപ്പാത്തിയും ചുവന്ന താമരയും. ചപ്പാത്തിയും ചുവന്ന താമരയും. അതുകൊണ്ട് തന്നെ ഈ വിപ്ലവത്തിന് ചപ്പാത്തി വിപ്ലവം എന്നൊരു പേര് കൂടി ഉണ്ട്. ഇനി നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, പഞ്ചാബ്, ബോംബെ, മദ്രാസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉത്തർപ്രദേശിലായിരുന്നു ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. 1857 പല കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു അല്ലെ കലാപത്തിന്. അതുപോലെ അതിനും ഓരോന്നിനും നേതൃത്വം നൽകാനായിട്ട് പ്രത്യേക നേതാക്കളും ഉണ്ടായിരുന്നു. ഓക്കെ, കാൺപൂരില് നേതാവായിരുന്നത് ആരായിരുന്നു? കാൺപൂരിലെ നാനാ സാഹിബ് ആയിരുന്നു. കാൺപൂര് നാനാ സാഹിബ്. ഡൽഹിയിൽ വരുന്നത് ഭക്ത് ഖാൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസിയില് റാണി ലക്ഷ്മിബായി. ഫൈസാബാദില് മൗലവി അഹമ്മദ് ഇതൊക്കെ അറിയണതല്ലേ. നെക്സ്റ്റ് മീററ്റിൽ ആരാണ്? കദം സിംഗ്. അലഹബാദിൽ ആരാണ്? അലഹബാദില് അലിയാണ്, ലിയാഖത്ത് അലി. അലഹബാദ് ലിയാഖത്ത് അലി. മധുരയില് ദേവി സിംഗ് ആണ്. ദേവി സിംഗ്. ഗ്വാളിയാറിലും ചമ്പലിലും ഒക്കെ വരുന്നത് റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പി കൂടിയാണ്. കോട്ടയില് വരുന്നത് ജയ്ദയാൽ. ഹരിയാനയിൽ ആരാണ്? ഹരിയാനയില് റാവു തുലറാം ആണ്. ഹരിയാന ലാവു തുലറാം. നെക്സ്റ്റ് വരുന്നത് ആസാമാണ്. ആസാമില് മണിറാം ദത്ത. ബറൌട്ട് പർഗാനയിൽ വരുന്നത് ഷാമാല്. ബറേലി, റോഹിൽഖണ്ഡിലൊക്കെ ഖാൻ ബഹദൂർ ഗാഫർ ഖാൻ ആയിരുന്നു. ബീഹാർ, ജഗദീഷ്പൂർ, ആരയിലൊക്കെ വരുന്നത് കൻവർ സിംഗ് ആണ്.
ഓക്കെ, ഇനി ബറോട്ട് പർഗാനയിൽ ഉണ്ടായിരുന്നത് ഷാമാളാണ്. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യയിലൊക്കെ ബീഗം ഹസ്രത്ത് മഹലാണ് ഉണ്ടായിരുന്നത്. ഇനി മുമ്പേ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഈ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. അതുപോലെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസും സീലിയും കൂടിയിട്ടാണ്. ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ലോറൻസ് സീലി, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മുടെ ദത്തവകാശ നിരോധന നിയമമൊക്കെ ഈ കലാപത്തിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ. അവസാനമായിട്ട് കൂട്ടിച്ചേർത്തതാണ് ഔദ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസിയാണ് നിയമം റിമൂവ് ചെയ്തത്, തിരിച്ചെടുത്തത്. നിരോധന നിയമം പിൻവലിച്ചത് ആരാണ്? കാനിങ് പ്രഭു ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. പ്രസ്താവന വായിക്കുകയാണെ. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റാണ് പതിവ് കണക്ക്. ശരിയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അവതരിപ്പിച്ചിരുന്ന വാർഷിക കണക്കാണ്, ബജറ്റാണ് പതിവ് കണക്ക് എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. അത് സത്യത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1950 ആയപ്പോഴേക്കിനും ആള് മയ്യത്തായിട്ടുണ്ട്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവുള്ളൂ. 1700-കളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നത്. ഓക്കെ, അപ്പം അത് തെറ്റാണ്. നമ്മുടെ PSCയുടെ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാമാണ് ശരി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത് എന്നാണ്? 1750 ജനുവരി 3-നാണ്. ഓക്കെ, ഒന്നാം തൃപ്പടിദാനം നടത്തുന്നത് മാർത്താണ്ഡവർമ്മയാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1766-ലാണ് രണ്ടാം തൃപ്പടിദാനം നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മാർത്താണ്ഡവർമ്മ ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെ ഒക്കെ ഭൂമിനെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കർഷകരിൽ നിന്ന് അദ്ദേഹം സൈനികരെ നിയമിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ഭൂസർവേനെ പറയുന്നത് എന്താണ്? കണ്ടെഴുത്ത് ഭൂസർവേ അല്ലെ. കണ്ടെഴുത്ത് ഭൂസർവേ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ നിയമിച്ച വ്യക്തിയാണ് മല്ലൻ ശങ്കരം. അതുപോലെ ഭൂമിനെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരം വക എന്നിങ്ങനെയൊക്കെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. മാർത്താണ്ഡവർമ്മ തലസ്ഥാനം കൽക്കുളത്തു നിന്നും പത്മനാഭപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ വ്യാപാര തലസ്ഥാനമായിരുന്നത് മാവേലിക്കരയാണ്. ഇനി മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ശുചീന്ദ്രൻ കൈമുക്ക് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. ഓക്കെ, ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം പണി കഴിപ്പിച്ചത് ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. പിന്നെ പ്രധാനപ്പെട്ട കുളച്ചൽ യുദ്ധം നടക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് അല്ലെ. കുളച്ചൽ യുദ്ധം നടക്കുന്നത് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു ഇന്ത്യൻ ശക്തിയോട് പരാജയപ്പെടുന്നത് നമ്മുടെ കുളച്ചൽ യുദ്ധത്തിലാണ് എന്നുള്ളതും കൂടി ഓർത്തു വെച്ചേക്കുക. ഡച്ചുകാരല്ലേ, മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ആരെയാണ്? ഡച്ചുകാരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. നെക്സ്റ്റ് വരുന്നത് അന്റോണിയോ ഗുട്ടറസ് 2020-ലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ്. അത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വരുന്നത് വിയന്ന ആണ്. കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണുള്ളത്.
ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ 15 അംഗങ്ങളാണുള്ളത്. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ 15 അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതില് 10 അംഗങ്ങള് താൽക്കാലിക അംഗങ്ങളും 5 സ്ഥിരാംഗങ്ങളുമാണ്. ഏതൊക്കെയാണ് ആ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, USA ഇവരാണ് രക്ഷാസമിതിയിലുള്ള സ്ഥിരാംഗങ്ങൾ. ആരൊക്കെയാണ്? ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, USA. ഈ രക്ഷാസമിതിയിലുള്ള അംഗങ്ങൾക്ക് മാത്രമാണ്, ഈ സ്ഥിരാംഗങ്ങൾക്ക് മാത്രമാണ് ഇവിടെ വീറ്റോ അധികാരം ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയൊക്കെ സ്ഥിരാംഗത്വം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസില്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. ഓക്കെ, ഇതില് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തനരഹിതമാണ്. അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള UN ഘടകം ഏതാണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ആകെ ഉള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ നിലവിൽ 5 ഘടകങ്ങളാണുള്ളത്. പൊതുസമിതി, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. ഓക്കെ, ക്ലിയർ ആണ്. അതുപോലെ UN പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ് UN കീഴിലുള്ള ആണവോർജ ഏജൻസി, അന്താരാഷ്ട്ര ബാക്കിയുള്ള സംഘടനകളൊക്കെ. അപ്പം ഈ സംഘടനകള് അവരുടെ ആസ്ഥാനം, അവരുടെ ഹെഡ് ആരാണെന്നുള്ളത് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ് ആ ഉപകരണം? സ്റ്റീരിയോസ്കോപ്പ് ആണ് അല്ലെ. ഒരു സ്റ്റീരിയോ പെയറിനെ നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ത്രിമാന ദൃശ്യം സാധ്യമാകുന്നത്. അപ്പൊ സ്റ്റീരിയോ പെയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആകാശീയ ചിത്രം എടുക്കുമ്പോൾ ഒരു രണ്ട് ഇമേജ് തമ്മിൽ ഒരുപാട് ഭാഗങ്ങൾ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പെയറിനെയാണ് നമ്മൾ സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. എത്ര പെർസെൻറ്റേജ് ആണ് ഒരു സ്റ്റീരിയോ പെയറിൽ ഉൾക്കൊള്ളുക? ഒരു ചിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ ചിത്രത്തിന്റെ 60% ഉൾക്കൊള്ളതായിരിക്കും അടുത്ത ചിത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ജോഡീനെയാണ് ഒരു സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഓപ്ഷൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എന്താണ് സംവേദകങ്ങൾ? നമ്മൾ ഇമേജ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ വിദൂര സംവേദനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ക്യാമറ അല്ലെങ്കിൽ ക്യാമറ പോലെ ഫിക്സ് ചെയ്യുന്ന സാധനം എന്താണോ അതാണ് സംവേദകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് സ്പെക്ട്രൽ സിഗ്നേച്ചർ ആണ്. സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ വസ്തുവും തിരിച്ച് പ്രതിഫലിപ്പിക്കുന്ന പ്രകാശത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ വസ്തു ഏതാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ ആ അളവിനെയാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്, ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതെന്താണ്? GPS അല്ലെ. GPS വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം മനസ്സിലാക്കാനും അവരുടെ ഉയരം, സമയം ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ് GPS എന്നുള്ളത്. GPS ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അമേരിക്ക ആണെന്നുള്ളത് കൂടി ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഏതാണ് ആ സാങ്കല്പിക രേഖ? ഇവിടെ താപീയ മധ്യരേഖയാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമതാപരേഖ എന്ന് വെച്ചാൽ ഭൗമോപരിതലത്തിലുള്ള ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വരെയാണ് സമതാപരേഖ എന്ന് പറയുന്നത്. ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരാഖണ്ഡ് ടിബറ്റ് ഏതാണ്? ലിപ്പുലേക്ക് ചുരമാണ് ഉത്തരാഖണ്ഡ് ടിബറ്റിനെ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നാഥുല ചുരമുണ്ട്. നാഥുല ചുരം സിക്കിം ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഓക്കെ, ഇനി സോജില ചുരമുണ്ട്. ശ്രീനഗർ കാർഗിലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. കില ചുരമാണ് ഷിപ്കില ചുരം. എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? ഹിമാചൽ പ്രദേശ് ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ SCERT എന്നുള്ള അതേ ഓപ്ഷൻസ് അതേ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയപാതയിലാണ്? NW5 നാഷണൽ വാട്ടർവേ 5
വരുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 5 എണ്ണാണ് പഠിക്കാനുള്ളത് അല്ലെ. നമുക്ക് ആദ്യത്തെ പറയാം NW1. NW1 ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ് അല്ലെ. ഭഗീരഥി, ഹൂഗ്ലി, ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായിട്ടാണ് കിടക്കുന്നത്. അലഹബാദ് ഹാൽഡിയനെയാണ് ബന്ധിപ്പിക്കുന്നത്. NW1 അലഹബാദ്, ഹാൽഡിയ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായിട്ട്. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്. NW1 പോണത് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്. ഓക്കെ, അപ്പോ NW1 ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായിട്ടാണ്. അലഹബാദ് ഹാൽഡിയനെയാണ് ബന്ധിപ്പിക്കുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്. നെക്സ്റ്റ് NW2 ആണ്, ബ്രഹ്മപുത്രയിലാണ്. സാദിയ ദുബ്രി ബ്രഹ്മപുത്ര. ഓക്കെ, NW2 സാദിയ ദുബ്രി ബ്രഹ്മപുത്ര അസമിലൂടെയാണ് കടന്നു പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് NW3 ആണ്. NW3 വെസ്റ്റ് കോസ്റ്റ് കനാൽ, ചമ്പക്കര ഉദ്യോഗമണ്ഡലം കനാൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് NW3. NW3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം, കോഴിക്കോട്. അപ്പൊ ആദ്യം കൊല്ലം കോട്ടപ്പുറം ആയിരുന്നു, ഇപ്പൊ കൊല്ലം കോഴിക്കോട് എന്ന് നീട്ടിയിട്ടുണ്ട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർവേ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് NW3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് NW4 ആണ്. NW4 ഗോദാവരി, കൃഷ്ണ നദികളിലായിട്ടാണ്. നോർത്ത് ആൻഡ് സൗത്ത് ബക്കിംഗ്ഹാം കനാല്. ഓക്കെ, കാക്കിനട കനാല് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കാക്കിനട, പുതുച്ചേരി തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ NW4 കാക്കിനട, പുതുച്ചേരി. അപ്പോ ഇത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര. ഇനി നമ്മളുടെ വന്ന ക്വസ്റ്റ്യൻ ആണ് NW5 പൂർവതീര കനാല് എന്നറിയപ്പെടുന്നു. ബ്രഹ്മണി, മഹാനദി. ഇനി അങ്ങനെ അല്ലാണ്ട് തന്നെ ഗർസുവ, ദാമ്ര നദികളും ഒക്കെ ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഒഡീഷ, പശ്ചിമ ബംഗാളായിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 രാജസ്ഥാനില് പുതുതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കറണ്ട് അഫെയർ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം സോർസൺ ആണ്. സോർസൺ രാജസ്ഥാനിൽ പുതുതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൺ. ഈ സോർസണിൽ മെയിൻ ആയിട്ട് എന്താണുള്ളത്? പക്ഷികളാണ് അവിടെ. നമ്മുടെ പക്ഷികളാണ് അവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നൽസരോവർ ഉണ്ട്. നൽസരോവർ എവിടെയാണുള്ളത്? ഗുജറാത്തിലുള്ള പക്ഷി സങ്കേതമാണ് നൽസരോവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദുധുവ നാഷണൽ പാർക്ക് എവിടെയാണ്? ദുധുവ നാഷണൽ പാർക്ക്, ദുധുവ വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ ഗുഗമല് വരുന്നത് മഹാരാഷ്ട്രയിലാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. നൽസരോവർ ഗുജറാത്ത്, സോർസൺ രാജസ്ഥാൻ, ഗുഗമൽ എവിടെയാണ്? മഹാരാഷ്ട്ര. ഗുഗമല് മഹാരാഷ്ട്ര. ദുധുവ വരുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് എന്നുള്ളത്. ഉത്തരാഖണ്ഡ് അല്ല, സോറി, ഉത്തർപ്രദേശ്. അത്രയും ഓർത്തു വെച്ചേക്കാം. നൽസരോവർ ഗുജറാത്ത്, ഗുഗമല് മഹാരാഷ്ട്ര, ദുധുവ ഉത്തർപ്രദേശ്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. കറക്റ്റ് ആണ്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. ശരിയാണ്. നബാർഡ് രൂപീകരിക്കാൻ കാരണമായത് ശിവരാമൻ കമ്മിറ്റി. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് വരുന്നത് 1982 സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണെന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോ നബാർഡ് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. 1982 നബാർഡ് രൂപീകൃതമാകുന്നത്. നബാർഡിന്റെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരത്താണെന്നുള്ള ഒരു പോയിന്റ് കൂടി ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് കോഴിക്കോട്. അപ്പൊ നമുക്ക് ഇതിന് റിലേറ്റ് ചെയ്ത് തന്നെ വരുന്ന സ്പൈസസ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒരു കറണ്ട് അഫെയർ ഉണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തൊടുപുഴയിലാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തൊടുപുഴയിലാണ്. ഓക്കെ, കേരളത്തിലെ ഏക സ്പൈസ് പാർക്ക്
കേരളത്തില് ഏക സ്പൈസ് പാർക്ക് ഉള്ളത് പുറ്റടിയിലാണ്. ഇപ്പോൾ നിലവിൽ വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. ഫസ്റ്റത്തത് ചോദിച്ചാൽ പുറ്റടിയിലാണ്. ഇപ്പോൾ സ്പൈസ് പാർക്ക് വരുന്നത് തൊടുപുഴയിലാണ്. ഓക്കെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് നമ്മളിപ്പോ പറഞ്ഞതാണ്, കോഴിക്കോടാണ് ആസ്ഥാനം. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തുടങ്ങനാടാണ്. തുടങ്ങനാട്. ഓക്കെ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആദ്യത്തെ സ്പൈസ് പാർക്ക് വരുന്നത് തുടങ്ങനാടാണ്. തുടങ്ങനാട്. ഓക്കെ. തൊടുപുഴ തുടങ്ങനാട് ഒരേ സ്ഥലം തന്നെയാണ്. അപ്പൊ അത് രണ്ടും ഓർത്തു വെച്ചേക്കുക. ഓക്കെ. അപ്പം കേരളത്തിലുള്ള ഏക സ്പൈസ് പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പുറ്റടിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ചിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്പൈസസ് പാർക്ക് വരുന്നത് തുടങ്ങനാട് അല്ലെങ്കിൽ തൊടുപുഴ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. പ്ലാൻ ഹോളിഡേ 66 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണല്ലേ പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കുന്നത്. ഇപ്പൊ പഞ്ചവത്സര പദ്ധതിയില് ആരംഭിക്കുന്നത് എന്നാണ് പഞ്ചവത്സര പദ്ധതി? 1951 അല്ലെ? 51 മുതൽ 56 വരെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി. അത് കഴിഞ്ഞ് 56 മുതൽ 61 വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി. പിന്നെ 61 മുതൽ 66 വരെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. അത് കഴിഞ്ഞിട്ടാണ് പ്ലാൻ ഹോളിഡേ വരുന്നത് അല്ലെ? 66, 69 പ്ലാൻ ഹോളിഡേ വരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 69 മുതൽ 74 വരെ നാലാം പഞ്ചവത്സര പദ്ധതി. 74 കഴിഞ്ഞിട്ട് 78 വരെ ഉള്ളതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. അതില് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണല്ലേ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ ആറാം പഞ്ചവത്സര പദ്ധതിക്ക് മുന്നായിട്ടപ്പോ 5 കഴിഞ്ഞിട്ട് റോളിംഗ് പ്ലാൻ വരുന്നുണ്ട് അല്ലെ? 78, 80 കാലയളവില് റോളിംഗ് പ്ലാൻ വരുന്നുണ്ട് ജനതാ ഗവൺമെന്റിന്റെ കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 80, 85, 85, 90 6, 7 പഞ്ചവത്സര പദ്ധതികൾ. എന്നിട്ട് 90 കഴിയുമ്പോൾ 2 വാർഷിക പദ്ധതികൾ വരുന്നുണ്ട് അല്ലെ? 90, 92 2 വാർഷിക പദ്ധതികൾ വരുന്നുണ്ട്. പിന്നെ 92, 97 8ാമത്തെ പഞ്ചവത്സര പദ്ധതി മൻമോഹൻ അല്ലെ? പിന്നെ 97, 2002 ആവുമ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ 2002, 2007 10ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നുണ്ട്. 2007, 2012 കാലയളവില് 11ാം പഞ്ചവത്സര പദ്ധതി. 12, 17 കൂടിയിട്ട് 12ാം പഞ്ചവത്സര പദ്ധതി. നിലവിലെ പഞ്ചവത്സര പദ്ധതികൾ ഒന്നും തന്നെ ഇല്ല. 12ാം പഞ്ചവത്സര പദ്ധതികളോടുകൂടി തന്നെ അവസാനിപ്പിച്ചു. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ഓരോ പദ്ധതികളുടെയും ലക്ഷ്യങ്ങൾ. അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനായിരുന്നു? കൃഷിക്കും കാർഷിക മേഖലയ്ക്കും ജലസേചനത്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെ? 2ാം പഞ്ചവത്സര പദ്ധതിയോ? വ്യാവസായിക വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിന് കൊടുത്തു. 3ാം പഞ്ചവത്സര പദ്ധതി എന്തിനാ കൊടുത്തത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഓക്കെ. അപ്പൊ ആദ്യം കൃഷിയായി, കൃഷി കഴിഞ്ഞ് വ്യവസായമായി, കൃഷിയും വ്യവസായവും ആയി കഴിഞ്ഞ് കഴിഞ്ഞാലൊന്ന് സ്വയം പര്യാപ്തത ആവണം അല്ലെ? അപ്പൊ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഇനി 4ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയാണ്. ഓക്കെ. അപ്പൊ ഒരു സ്വയം പര്യാപ്തതയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച വേണം അല്ലെ? കയറി ഇറങ്ങി അങ്ങനെയുള്ള വളർച്ചയല്ല, സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച വേണം. അപ്പൊ കൃഷി കഴിഞ്ഞു, വ്യവസായം കഴിഞ്ഞു, സ്വയം പര്യാപ്തത നേടി, സ്ഥിരതയോടെയുള്ള വളർച്ച നേടി. ഇനി 5 പറയുന്നത് ദാരിദ്ര്യ നിർമാർജനം. 5 ദാരിദ്ര്യ നിർമാർജനം. ഓക്കെ. 6 പറയുന്നത് കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തല്. 6 പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതാണ്. 7 പറയുന്നത് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. അപ്പൊ 7 തൊഴിലവസരങ്ങളുടെ വർധനവ്. ഒരു പ്രാസല്ലേ 7 തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇനി 8 പറയുന്നത് മാനവശേഷി വികസനമാണ്. മാനവശേഷി വികസനം. 9 പറയുന്നത് എന്താണ്? ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം. 10 മൂലധന നിക്ഷേപം വികസിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. 11 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12 സുസ്ഥിര വികസനം. ഓക്കെ. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് നരസിംഹറാവു ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോ പുത്തൻ സാമ്പത്തിക നയം നടക്കുന്നത് 1991 അല്ലെ? എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ
അത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിദേശ കടത്തിന്റെ തിരിച്ചടവൊക്കെ മുടങ്ങി. ഗവൺമെന്റിന് തിരിച്ചടവൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എണ്ണയും മറ്റു സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിദേശ നാണ്യശേഖരം വളരെ പരിമിതമായിരുന്നു അന്ന് നമ്മുടെ കയ്യില്. ഓക്കെ, രാജ്യത്തിന്റെ കൈവശമുള്ള വിദേശ നാണ്യശേഖരം നമുക്ക് 2 ആഴ്ചക്കുള്ളത് പോലും തികയുമായിരുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വില വൻതോതിൽ കുതിച്ചുയർന്നു. അങ്ങനെ ആകെ മൊത്തം പ്രതിസന്ധിയായി. ഓക്കെ, അപ്പോൾ വിദേശ കടത്തിന് തിരിച്ചടവ് മുടങ്ങി, നാണ്യശേഖരം വളരെ പരിമിതം, 2 ആഴ്ചക്ക് പോലുമുള്ള ആവശ്യത്തിന് ഇറക്കുമതിക്ക് തികയുമായിരുന്നില്ല. പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വില വർദ്ധിച്ചു. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രധാനമന്ത്രി പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയപ്പോഴത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന്. ഓക്കെ, അപ്പം ആ സമയത്ത് അല്ലെങ്കിൽ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആണ്. പിതാവായിട്ട് അറിയപ്പെടുന്നത് മൻമോഹൻ സിംഗ് ആണ്. ഇവിടെ ഓപ്ഷനിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അല്ലെ, മൻമോഹൻ സിംഗിനെ. ഓക്കെ, ഇനി ആ സമയത്തുള്ള പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ വെങ്കിട്ടരമണിയാണ്. വെങ്കിട്ടരമണിയാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന സമയത്തെ പ്രസിഡന്റ് ആയിരുന്നത്. ഓക്കെ, ഇനി ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തില് 2 തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായിരുന്നത്. സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ നടപടികളും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സുസ്ഥിരമാക്കൽ നടപടിയും ഘടനാപരമായ നടപടിയും. ഇതില് ഈ സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്, ഘടനാപരമായ നടപടികൾ ദീർഘകാല നടപടികളാണെന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോ സുസ്ഥിരമാക്കലുണ്ട്, ഘടനാപരമുണ്ട്. സുസ്ഥിരം ഹ്രസ്വമാണ്, ഘടനാപരം എന്ന് പറയുന്നത് ഘടനയൊക്കെ മാറ്റണമെങ്കിൽ കുറെ സമയം എടുക്കുമല്ലോ, അപ്പൊ ദീർഘകാലമാണ്. ഇനി നമ്മുടെ എപ്പോഴും നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസി പറയുമ്പോൾ പറയണതാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇത് ഈ പറഞ്ഞതിൽ ഏതിന്റെ പരിധിയിൽ വരുന്നതാണ്? ഘടനാപരമായ മാറ്റത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നുള്ളതും ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഘടനാപരമായ പരിഷ്കാരത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കണ്ടന്റ്സ് അടുത്ത വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോന്റെ എങ്ങനെ ഉണ്ടെന്നുള്ളത് തീർച്ചയായും അറിയിക്കുക. എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് വരുത്തേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്